കഴിഞ്ഞ 16 മാസത്തിനിടെ സൗദി അറേബ്യ നാടുകടത്തിയത് 5033 പാകിസ്ഥാനി യാചകരെയാണ്. പാകിസ്ഥാൻ ആഭ്യന്തരമന്ത്രി തന്നെയാണ് ഇക്കാര്യം ദേശീയ അസംബ്ലിയിൽ വ്യക്തമാക്കിയത്. പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി MLA സെഹർ കമ്രാന്റെ ചോദ്യത്തിന് മറുപടിയായിട്ടായിരുന്നു ആഭ്യന്തരമന്ത്രി മൊഹസിൻ നഖ്വിയുടെ വെളിപ്പെടുത്തൽ. ഗൾഫ് മേഖലയിൽ പാകിസ്ഥാന് നിരന്തരം നാണക്കേട് സൃഷ്ടിക്കുന്ന കാര്യമാണ് യാചകരുടെ നാടുകടത്തൽ. 2024 ജനുവരി മുതൽ സൗദി അറേബ്യ, ഇറാഖ്, മലേഷ്യ, ഒമാൻ, ഖത്തർ, UAE എന്നീ രാജ്യങ്ങളിൽ നിന്നായി ആകെ 5402 പാകിസ്ഥാനികൾ നാടുകടത്തപ്പെട്ടു. ഇറാഖിൽ നിന്ന് 247 പേരും UAEയിൽ നിന്ന് 58 പേരുമാണ് നാടുകടത്തപ്പെട്ടത്. ഇതിൽ 4850 പേർ 2024-ലും 522 പേർ ഈ വർഷവും കയറ്റി അയക്കപ്പെട്ടു. സിന്ധ് പ്രവിശ്യയിൽ നിന്നും 2795 പേർ, പഞ്ചാബിൽ നിന്നും 1437 പേർ, ഖൈബർ പഖ്തൂൺഖയിൽ 1002 പേർ, ബലൂചിസ്ഥാനിൽ 125 പേർ, ആസാദ് കാശ്മീരിൽ 33 പേർ, ഇസ്ലാമാബാദിൽ 10 പേർ എന്നിങ്ങനെയാണ് നാടുകടത്തപ്പെട്ടത്. യാചന ശക്തമായി നിരോധിച്ചിരിക്കുന്ന രാജ്യമാണ് സൗദി അറേബ്യ. യാചനാ പ്രവൃത്തികളിൽ ഏർപ്പെടുന്നവർക്ക് കനത്ത പിഴയും തടവും ശിക്ഷയെ ലഭിക്കും. പാകിസ്ഥാനിൽ നിന്നുള്ള യാചകർ ഹജ്ജ്, ഉംറ തുടങ്ങിയ തീർത്ഥാടന വിസകളുടെ മറവിൽ സൗദി അറേബ്യയിലെത്തി ഭിക്ഷാടനം നടത്തുന്നത് സ്ഥിരം സംഭവമാണ്. ഇത് രാജ്യത്തിന്റെ അന്താരാഷ്ട്ര പ്രതിച്ഛായയെ ബാധിക്കുന്നുണ്ടെന്ന് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ അഹമ്മദ് ആസിഫും അഭിപ്രായപ്പെടുന്നുണ്ട്. നാടുകടത്തപ്പെട്ടവരുടെ പേര് ഫെഡറൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ പാസ്പോർട്ട് കൺട്രോൾ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുകയും ഇവരെ വീണ്ടും വിദേശയാത്ര നടത്തുന്നതിൽ നിന്നും വിലക്കുകയും ചെയ്തിട്ടുണ്ട്. 2024 നവംബറിൽ മാത്രം 4300 യാചകരുടെ പേരാണ് ECL-ൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പാകിസ്ഥാനിലെ വർദ്ധിച്ചു വരുന്ന പണപ്പെരുപ്പവും തൊഴിലില്ലായ്മയും ജനങ്ങളെ യാചനയിലേക്ക് തിരിയാൻ പ്രേരിപ്പിക്കുകയും ഇവർ വലിയ തോതിൽ മറ്റു രാജ്യങ്ങളിലേക്ക്, പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിലേക്ക് എത്തുകയും ചെയ്യുന്നു. സൗദി അറേബ്യ, UAE തുടങ്ങിയ രാജ്യങ്ങൾ പാകിസ്ഥാനോട് യാചകരുടെ വരവ് കർശനമായി നിയന്ത്രിക്കാൻ നിരന്തരം ആവശ്യപ്പെടാറുണ്ട്. ഹജ്ജ് പെർമിറ്റ് ചട്ടങ്ങൾ ലംഘിക്കുന്ന പാകിസ്ഥാൻ പൗരന്മാർക്ക് കർശന ശിക്ഷകൾ ഏർപ്പെടുത്തുമെന്ന് സൗദി അറേബ്യയുടെ ആഭ്യന്തര മന്ത്രാലയം പാകിസ്ഥാന് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. മക്ക റൂട്ട് ഇനിഷ്യേറ്റീവിന് കീഴിൽ ഇസ്ലാമാബാദിൽ നിന്ന് മദീനയിലേക്കുള്ള 442 തീർത്ഥാടകരുടെ ആദ്യ ബാച്ചിനെ അയച്ചുകൊണ്ട് പാകിസ്ഥാൻ ഔദ്യോഗികമായി ഹജ്ജ് യാത്ര ആരംഭിച്ച സമയത്ത് തന്നെയാണ് സൗദി അറേബ്യയിൽ നിന്നും ഇത്തരമൊരു മുന്നറിയിപ്പ് നൽകിയത്. നിയമലംഘകർക്കുള്ള ശക്തമായ പിഴ ഏപ്രിൽ 29 മുതൽ ജൂൺ 10 വരെ ഉണ്ടാകും. ഹജ്ജ് പെർമിറ്റ് ഇല്ലാതെ ഹജ്ജ് നടത്താനും മറ്റും ശ്രമിക്കുന്ന പാകിസ്ഥാൻ പൗരന്മാർക്ക് 20,000 സൗദി റിയാൽ വരെ പിഴ ഈടാക്കുമെന്നും അറിയിപ്പുണ്ട്. ഈ പിഴ സന്ദർശക വിസ ഉൾപ്പെടെ എല്ലാത്തരം വിസ ഉടമകൾക്കും ബാധകമാണ്, പ്രത്യേകിച്ചും മക്കയിൽ പ്രവേശിക്കുന്നവർക്കും താമസിക്കുന്നവർക്കും. അതേസമയം സൗദി അറേബ്യയിലെ ഇന്ത്യൻ പൗരന്മാർക്കുള്ള പാസ്പോർട്ട് സേവനങ്ങൾ ഇനി മുതൽ പുതിയൊരു ഏജൻസി വഴിയായിരിക്കും ലഭ്യമാകുക. നിലവിലുള്ള ഔട്ട്സോഴ്സിംഗ് സേവനദാതാവിന്റെ കാലാവധി അവസാനിക്കുന്നതിനെ തുടർന്നാണ് ഈ മാറ്റം വരുന്നത്. അലങ്കമ ലിമിറ്റഡ് എന്ന കമ്പനിയായിരിക്കും ഇനി ഇതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്തുന്നത്. ഇത് സൗദിയിലെ വലിയൊരു വിഭാഗം പ്രവാസി ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം സുപ്രധാനമായ ഒരു അറിയിപ്പാണ്. പുതിയ ഏജൻസി എപ്പോഴായിരിക്കും സേവനങ്ങൾ ഏറ്റെടുക്കുക എന്നതിനെ കുറിച്ചുള്ള ഔദ്യോഗിക അറിയിപ്പുകൾ ഇന്ത്യൻ എംബസി അധികൃതർ ഉടൻ പുറത്തിറക്കുന്നതായിരിക്കും. സേവനങ്ങളുടെ ലഭ്യതയിലും ഗുണമേന്മയിലും മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. പാസ്പോർട്ട് പുതുക്കൽ, പുതിയ പാസ്പോർട്ടിനായുള്ള അപേക്ഷ, പാസ്പോർട്ടിലെ വിവരങ്ങൾ തിരുത്തൽ തുടങ്ങിയ എല്ലാ സേവനങ്ങളും ഈ പുതിയ ഏജൻസി വഴിയായിരിക്കും ഇനി ലഭ്യമാകുക. ഇതുമായി ബന്ധപ്പെട്ട് പ്രവാസികൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്നാമതായി, പുതിയ ഏജൻസി സേവനങ്ങൾ ആരംഭിക്കുന്ന തീയതിയും അവരുടെ പ്രവർത്തന രീതികളും എംബസിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെയോ മറ്റ് അംഗീകൃത വാർത്താ മാധ്യമങ്ങളിലൂടെയോ ശ്രദ്ധിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം. സേവനങ്ങൾക്ക് അപേക്ഷിക്കുന്നതിനുള്ള നടപടിക്രമങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടായേക്കാം. അതിനാൽ അപേക്ഷിക്കുന്നതിന് മുൻപ് പുതിയ മാർഗനിർദ്ദേശങ്ങൾ വായിക്കുന്നത് വളരെ പ്രധാനമാണ്. രണ്ടാമതായി, പുതിയ ഏജൻസിയുടെ സേവന നിരക്കുകളിൽ മാറ്റങ്ങൾ വരാനുള്ള സാധ്യതയുമുണ്ട്. നിലവിലുള്ള നിരക്കുകളിൽ നിന്ന് വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അത് മുൻകൂട്ടി അറിഞ്ഞിരിക്കുന്നത് സാമ്പത്തിക ആസൂത്രണത്തിന് സഹായിക്കും. ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങളും എംബസി വെബ്സൈറ്റിൽ വരും ദിവസങ്ങളിൽ ലഭ്യമാകും. പുതിയ ഏജൻസി സേവനങ്ങൾ ആരംഭിക്കുമ്പോൾ നിരക്ക് വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. അതിനാൽ പാസ്പോർട്ട് സംബന്ധമായ അടിയന്തര ആവശ്യങ്ങൾ ഉള്ളവർ എത്രയും പെട്ടെന്ന് നിലവിലുള്ള സംവിധാനം വഴി അപേക്ഷ നൽകാൻ ശ്രമിക്കുന്നത് ഉചിതമായിരിക്കും. കാലാവധി കഴിയാറായ പാസ്പോർട്ടുകൾ പുതുക്കുന്നതിനും മറ്റ് അപേക്ഷകൾ നൽകുന്നതിനും കാലതാമസം ഒഴിവാക്കാൻ നേരത്തെ തന്നെ തയ്യാറെടുക്കുന്നത് നല്ലതാണ്. 18 വർഷത്തിലേറെയായി VFS ആണ് സൗദിയിൽ CPV സേവനങ്ങൾ നൽകി വരുന്നത്. അപ്രതീക്ഷിതമായി VFCന്റെ കരാർ സേവനങ്ങൾ അവസാനിച്ചത് പ്രവാസികൾക്കിടയിൽ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിലും പലപ്പോഴും അവരുടെ സേവനം സംബന്ധിച്ച അഭിപ്രായ ഭിന്നതകളും പരാതികളും ഉയർന്നിട്ടുണ്ട്. പുതിയ കമ്പനിയുടെ സേവനം എങ്ങനെയായിരിക്കുമെന്ന് അറിയാനുള്ള കാത്തിരിപ്പിലാണ് പ്രവാസികൾ.
ഇന്ത്യൻ എംബസി സൗദിയിലെ പ്രവാസി സമൂഹത്തിന് മികച്ച സേവനങ്ങൾ നൽകാൻ പ്രതിജ്ഞാബദ്ധമാണ്. പുതിയ ഏജൻസി വരുന്നതോടെ സേവനങ്ങളുടെ ഗുണമേന്മ വർദ്ധിക്കുമെന്നും നടപടിക്രമങ്ങൾ കൂടുതൽ സുഗമമാകുമെന്നും പ്രവാസികൾക്ക് പ്രതീക്ഷിക്കാം. എങ്കിലും ഔദ്യോഗിക അറിയിപ്പുകൾക്കായി കാത്തിരിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യേണ്ടത് ഓരോ പ്രവാസിയുടെയും കടമയാണ്. തെറ്റായ വിവരങ്ങൾ പ്രചരിക്കുന്നത് ഒഴിവാക്കാനും എംബസിയുടെ ഔദ്യോഗിക അറിയിപ്പുകൾ മാത്രം വിശ്വസിക്കാനും ശ്രദ്ധിക്കുക.